السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. وكل إنسان وكل جنة في دار نار أو نعيم جنة هما مصير الخلق من كل الورى فالنار دار من تعدى وابترى. واجزم بأن النار كالجنة في وجودها وإنها لم تتلفي. സ്നേഹാധന്യരായ സ്റ്റേജിലെ ബഹുമാന്യ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന മഹിതമായ സന്ദേശത്തിൽ കേരള നേതൃത്വൽ മുജാഹിദീൻ്റെ സംസ്ഥാന ക്യാമ്പയിനിൻ്റെ പ്രചരണ ഭാഗമായി നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ട നവോത്ഥാന എക്സിബിഷൻ, അതിനോടനുബന്ധിച്ച് നടന്നു വരുന്ന വിജ്ഞാന സദസ്സിലാണ് നമ്മളുള്ളത്. ബഹുമാനായ ഹദിയത്തുള്ള സലഫി വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി തന്ന പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള ചില ഓർമ്മകൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനാണ് ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും നിസ്സഹായകനായി നിൽക്കുന്ന ഒരവസ്ഥ മരണത്തിന് മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ മരണമെന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരാൾക്കും രക്ഷപ്പെടാനും ഒരു മാർഗവും ഒരു തന്ത്രവും ഒരു കുതന്ത്രവും മെനഞ്ഞെടുക്കാൻ കഴിയാത്ത ഒന്നാണ് മരണമെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ വചനവും ഖുർആനിൻ്റെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 35-ാമത്തെ വചനവും ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ 57-ാമത്തെ വചനവും ഒരേപോലെ മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കേണ്ടി വരുമെന്നുള്ളതാണ്.
മരണം ആസ്വദിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഖുർആനിൻ്റെ സൂറത്ത് അങ്കബൂത്തിലെ വചനം അവസാനിച്ചത് സുമ്മ ഇലൈനാ തുർജഊൻ, എല്ലാവരും പിന്നീട് നമ്മളിലേക്ക് മടക്കപ്പെടുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ മരണത്തെ സംബന്ധിച്ച് ആലോചിക്കണമെന്നും ആലോചിക്കേണ്ടവനാണ് മുസ്ലിമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, സുഖാസ്വാദനങ്ങൾ അവസാനിപ്പിച്ചേക്കാവുന്ന, നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുത്താവുന്ന മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കണമെന്നാണ്. മഹാനായ പ്രവാചകന്റെ അരികിൽ, മറ്റൊരു പ്രവാചകന്റെ അരികിൽ ഒരു സംഘം ആളുകൾ നിൽക്കുമ്പോൾ ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ്, അല്ല നബിയെ മന്നക്കിയ സുന്നാസി വഅക്റമുഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ജനങ്ങളിലെ ബുദ്ധിമാൻ ആരാണ്, ജനങ്ങളിലെ വിവേകമതി ആരാണ് എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അക്സറുഹും ദിക്റൻ ലിൽ മൗതി വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു ഉലൈകൽ ലഖിയാസ് ദഹബഹു ബിശറഫിദ് ദുനിയാ വകറാമത്തിൽ ആഖിറ. തീർച്ചയായും മരണത്തെ സംബന്ധിച്ച് ധാരാളമായി ഓർക്കുകയും ആ മരണത്തിന് വേണ്ടി നന്നായി തയ്യാറെടുക്കുന്നവരും ആരോ, ഉലൈകൽ ലഖിയാസ്, അവരാകുന്നു ബുദ്ധിമാന്മാർ, അവരാകുന്നു ഏറ്റവും നല്ലവർ. ദഹബൂ ബിശറഫിദ് ദുനിയാ വകറാമത്തിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തുമുള്ള എല്ലാ പദവികളും സ്ഥാനങ്ങളും മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ളവരും നേടിയെടുത്തിട്ടുള്ളവരും മരണത്തെപ്പറ്റി ചിന്തിക്കുന്നവരും ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിരിക്കുന്നു. മഹാനായ പ്രവാചകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു സന്ദർഭം, മഹാനായ പ്രവാചകൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യം, യബ്ന ഉമർ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ. മോനെ ഇബ്നു ഉമറേ, മോനെ അബ്ദുള്ള, നീ ദുനിയാവിൽ കഴിയേണ്ടത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, അതല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാണ് നീ ദുനിയാവിൽ കഴിയേണ്ടത്. ഏത് നിമിഷവും നിന്റെ യാത്ര അവസാനിപ്പിക്കേണ്ടതുണ്ട്, ഏത് നിമിഷവും നിന്റെ യാത്രക്കായി നീ ഒരുങ്ങേണ്ടതുണ്ട്. അങ്ങനെ യാത്രക്കൊരുങ്ങിക്കൊള്ളുക. ഏത് നിമിഷവും ഈ ലോകം വിട്ടു പോകേണ്ടവനാണെന്ന ചിന്തയിൽ നീ ജീവിക്കുക എന്ന് മഹാനായ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ആ ചിന്തയിൽ ജീവിക്കൽ നമ്മൾ നിർബന്ധമാണ്. ഇന്നമദ്ദുനിയാ ഫനാ ലൈസ ഫിദ്ദുനിയാ സുബൂത് ഇന്നമദ്ദുനിയാ കബൈത്തിൻ നസജതുൽ അങ്കബൂത് ലൈസ ലിത്വാലിബി ഫീഹാ കുല്ല യൗമിൻ ഗൈറകൂ കുല്ലു മൻ കാന അലൈഹാ അൻ ഖലീലിൻ സയബൂ ഇന്നമദ്ദുനിയാ ഫനാ. തീർച്ചയായും ദുനിയാവ് അത് നാശത്തിന്റെ ഗേഹമാണ്. ലൈസ ഫിദ്ദുനിയാ സുബൂത്, ദുനിയാവിൽ സ്ഥിരതാമസം സാധ്യമല്ല. ഇന്നമദ്ദുനിയാ കബൈത്തിൻ നസജതുൽ അങ്കബൂത്, തീർച്ചയായും എട്ടുകാലി പണി തീർത്തിട്ടുള്ള ഒരു വീട് പോലെയാണ് ദുനിയാവ്. ഏത് നിമിഷവും അത് തകരാം. ഏത് നിമിഷവും മനുഷ്യ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. നിന്റെ പ്രായം അതിന് തടസ്സമല്ല, നിന്റെ അധികാരം അതിന് തടസ്സമല്ല, നിന്റെ മറ്റു കാര്യങ്ങൾ അതിന് തടസ്സമല്ല. ഏത് നിമിഷവും ഈ ലോകം വിട്ടുകൊണ്ട് നീ പോകേണ്ടി വരും. ലൈസ ലിത്വാലിബി ഫീഹാ കുല്ല യൗമിൻ ഗൈറകൂ. ആ ദുനിയാവ് അന്വേഷിച്ച് യാത്ര തിരിക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണമല്ലാതെ, ഒരു ദിവസത്തെ ഭക്ഷണമല്ലാതെ സമ്പാദിക്കുവാൻ അവകാശമില്ല. ഏത് നിമിഷവും അത് വിട്ടുപോകേണ്ടി വരും. അതിനപ്പുറത്തേക്ക് സമ്പാദിച്ചു വെച്ചാൽ അതവന് ഉപകാരപ്പെടണമെന്നില്ല. കാരണം കുല്ലു മൻ കാന അലൈഹാ അൻ ഖലീലിൻ സയമൂ. ആ ദുനിയാവിന്റെ മുകളിലുള്ളവർ, ഭൂമിക്ക് മുകളിൽ വസിക്കുന്നവർ, ഈ ലോകത്ത്
ജീവിക്കുന്നവർ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ, ഏതാനും സമയം കഴിഞ്ഞാൽ ഒരു അവഴി യാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ, ഒരു നാട്ടിലാർക്കും പരിചയമില്ലാത്തയാൾ തന്റെ ആവശ്യത്തിന് വന്നാൽ ആ ആവശ്യം നിർവഹിച്ച് പെട്ടെന്ന് മടങ്ങുമല്ലോ. അതുപോലെ മടങ്ങേണ്ടവനാണ് മനുഷ്യ. നീ എങ്ങനെ ജീവിക്കണേ, നീ എങ്ങനെ ജീവിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ മഹാസംഗമത്തിലേക്ക്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക് അതിവേഗത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തു മാഇദ, ആ സൂറത്തു മാഇദയിലെ 106-ാമത്തെ വചനം സൂചിപ്പിച്ച ചെറിയൊരു സാരാംശം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആൻ വസിയ്യത്തുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നതിനിടയിൽ ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. തീർച്ചയായും വസിയ്യത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നതിനിടയിൽ ഖുർആൻ പ്രയോഗിക്കുന്നു, ഫഇദാ അസ്വാബതുകും മുസീബത്തുൽ മൗത്ത്. അപ്പോൾ മരണത്തിൻ്റെതായ വിപത്ത് നിങ്ങളെ പിടികൂടുമ്പോൾ, മരണത്തിൻ്റെതായ അപകടം നിങ്ങളെ പിടികൂടുമ്പോൾ, മരണത്തിൻ്റെതായ ഭീകരത നിങ്ങളെ പിടികൂടുമ്പോൾ എന്ന് ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. സഹോദരങ്ങളെ, മരണത്തിന്റെ ഭീകരത, മരണത്തിന്റെ കുടുസത, മരണത്തിന്റെ അപകടങ്ങൾ, മരണത്തിന്റെ വിപത്ത്, മരണത്തിന്റെ മുസീബത്ത്, അത് 3 കാര്യങ്ങളാണെന്ന് പ്രവാചകന്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ഡിതന്മാർ ആ കാര്യം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സലഫുകൾ നമ്മെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മരണവിപത്തുകളിൽ 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അനുഭവിക്കേണ്ടി വരുന്നതാണ്. എന്നാൽ മരണവിപത്തിലെ 2-ാമത്തെ കാര്യം അത് കാഫിറും തെമ്മാടിയുമായിട്ടുള്ളവർ അനുഭവിക്കേണ്ടതാണ്. മരണവിപത്തിലെ 3-ാമത്തെ കാര്യം അത് ഹതഭാഗ്യവാന്മാരായ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എന്താണ് സഹോദരങ്ങളെ മരണവിപത്തുകളിലെ എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടി വരുന്ന 1-ാമത്തെ കാര്യം? മഹാനായ പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ പോലും അനുഭവിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് മരണവിപത്തുകളിലെ 1. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അനുഭവിക്കേണ്ടി വരും സക്രാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന. മഹാനായ പ്രവാചകൻ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ലോകത്തോട് വിടയെല്ലാനായി കാത്തിരിക്കുന്ന നിമിഷത്തിൽ മഹാനായ പ്രവാചകന്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. മഹദി ആയിഷ അവരുടെ കർണപടം, അവരുടെ ചെവി പ്രവാചകന്റെ ചുണ്ടുകളോട് ചേർത്ത് വെച്ചു. അത് റസൂലുള്ളാഹി പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ആയിഷ ഇന്നലിൽ മൗതി സക്രാത്ത്, യാ ആയിഷ ഇന്നലിൽ മൗതി സക്രാത്ത്, യാ ആയിഷ ഇന്നലിൽ മൗതി സക്രാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ആയിഷ, മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. ഖൈബറിലെ ജൂത പെണ്ണ് നൽകിയ വിഷത്തിന്റെ വേദനയെ ഞാൻ അനുഭവിക്കുന്നു ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് മരണവേദന അനുഭവിക്കുന്ന റസൂലുള്ളാഹി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരും. ആ മരണവേദന അനുഭവിക്കേണ്ടി വരും എല്ലാവരും. ഈ ലോകത്തുള്ളവർ അത് ലഘൂകരിച്ച് തരാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണേ. അതാണ് മരണവിപത്തുകളിലെ 1-ാമത്തെ ഘടകം. ഇനി മരണവിപത്തിലെ 2-ാമത്തെ ഘടകം, അത് കാഫിറായിട്ടുള്ള തമ്മാടിയായിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എന്താണ് ആ കാര്യമെന്ന് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. മരിക്കുന്ന സമയത്ത് നമ്മുടെ റൂഹ് പിടിക്കലുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ, റൂഹ് പിടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ 32-ാം അധ്യായം സൂറത്തു സജദ 11-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൻആം 61-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം സൂറത്തു സുമർ 42-ാമത്തെ വചനം. ഈ 3 ആയത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത് റൂഹിനെ പിടിക്കുക എന്ന ഉത്തരവാദിത്തം പടച്ച റബ്ബിന്റേതാണ്. പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മലക്കുകളാണ് ആ കാര്യം നിർവഹിക്കുക എന്നുള്ളതാണ്. മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മലക്കുകൾ റൂഹിനെ പിടിച്ചെടുക്കുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്.
ഘടകമാണ് മരണവിപത്തുകളിലെ രണ്ടാമത്തെ ഘടകം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ബർറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, സുദീർഘമായിട്ടുള്ള റിപ്പോർട്ടിൽ പ്രവാചകൻ ഒരു അൻസ്വാരിയായ മനുഷ്യന്റെ, അൻസ്വാരിയായ സ്വഹാബിയുടെ മയ്യിത്ത് നമസ്കാരം പങ്കെടുത്തു. പ്രവാചകൻ അദ്ദേഹത്തെ ഖബറടക്കാനായി ഖബറിന്റെ അരികിലെത്തുന്നു. ഖബറിന്റെ പ്രവർത്തനം, ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല, ഖബറിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ള വടി കുത്തി പിടിച്ചുകൊണ്ട് തന്റെ മുട്ടുകാലുകൾ ഖബറിന്റെ വക്കിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് നോക്കിയിരിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായി ഖബറിലേക്ക് നോക്കി. മഹാനായ പ്രവാചകൻ അതാ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ അനുയായികൾ ചുറ്റുപാടുമുണ്ട്. റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ടുള്ള ഒരു ഉപദേശം നൽകുന്നു. പ്രവാചകന്റെ വാക്കുകൾ, തലയിൽ ഒരു പക്ഷി ഇരുന്നാൽ ആ പക്ഷി പാറിപ്പോകാത്ത രൂപത്തിൽ വളരെ നിശബ്ദരായി ഞങ്ങൾ ശ്രവിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി പറയുകയാണ്, മരിച്ചു പോകുമ്പോൾ, മരണപ്പെട്ടു പോകുമ്പോൾ മനുഷ്യർക്ക് ദുനിയാവിൽ സംഭവിക്കുന്ന രണ്ട് അവസ്ഥകൾ. റൂഹ് പിടിക്കപ്പെടുമ്പോൾ, വിശ്വാസിയായ ആളിനെ റൂഹ് പിടിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള മാലാഖമാർ മലക്കുൽ മൗത്തിന്റെ കൂടെ ഇറങ്ങി വരുന്നു. ഈ മരിക്കാൻ പോകുന്നയാളിന്റെ കണ്ണെത്തുന്ന ദൂരത്ത് അവരിയ്ക്കുന്നു. മലക്കുൽ മൗത്ത് സമയമാകുമ്പോൾ റൂഹിനെ പിടിക്കാനായി വരുന്നു. റൂഹിനെ പിടിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കഫം പുടവയിൽ റൂഹിനെ പൊതിയുന്നു. സുഗന്ധദ്രവ്യങ്ങൾ അതിനെ ഏൽപ്പിക്കുന്നു, അതിനെ പൂശുന്നു. അങ്ങനെ ഓരോ മലക്കുകളും ആ റൂഹിനെ, സുഗന്ധദ്രവ്യം പൂശിയ ആ റൂഹിനെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമെന്നും ഓരോ മലക്കുകളും അതിനെ കൈമാറി ആകാശവാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട് പടച്ച റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പോൾ നല്ലവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥത്തിൽ അവന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനായി പടച്ച റബ്ബ് ആവശ്യപ്പെടുന്നു. അവന്റെ റൂഹിനെ ഖബറിലേക്ക് മടക്കുന്നു. ഖബറിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് അവന് മറുപടി നൽകാൻ കഴിയുന്നു എന്നൊക്കെ പ്രവാചകൻ വിശദീകരിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം മഹാനായ പ്രവാചകൻ വിശദീകരിച്ചത്, ഇദാ കാനൽ കാഫിറു അവൽ ഫാജിർ ഫീ ഇൻഖിതാഇ മിനദ് ദുനിയാ വഇഖ്ബാലി മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ സൂദൽ വുജൂഹ് വമാഹുമുൽ മസൂ ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ. തമ്മാടിയായ കാഫിറായ നരകക്കാരനായ വ്യക്തി ഇതാ ലോകത്തോട് വിടയെല്ലുമ്പോൾ, മരിച്ചു പോകുന്ന സമയത്ത് ആകാശത്ത് നിന്നുള്ള മാലാഖമാർ ഇറങ്ങി വരുന്നു. ഭീകരന്മാരായ മലക്കുകൾ ഇറങ്ങി വരുന്നു. അവരുടെ കയ്യിൽ ദണ്ഡുണ്ട്. മലക്കുൽ മൗത്തിന്റെ കൂടെ ഇറങ്ങി വന്നുകൊണ്ട് ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണെത്താ ദൂരത്തവർ ഇരുന്നു കൊണ്ട് ഭീകരമായ ഒരു കാഴ്ചയെ അവന് സമ്മാനിക്കുന്നു. ഈ ഭീകരമായ കാഴ്ച, ഭീകരമായിട്ടുള്ള കാഴ്ച, ഭീകരന്മാരായിട്ടുള്ള മലക്കുകൾ, കറുത്ത മുഖമുള്ള മലക്കുകൾ കയ്യിൽ ദണ്ഡും പിടിച്ചിരിക്കുന്ന കാഴ്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കാണല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും അവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ഒന്ന് രണ്ട് തവണ കണ്ടത് ഹദീസുകളിൽ കാണാം. ആ സമയത്തു തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് 600-ൽ പരം ചിറകുകളുണ്ടെന്നും 2 ചിറകുകൾ മാത്രം ഇരുചക്രവാളങ്ങളിലും മുട്ടിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ കണ്ടപ്പോൾ പ്രവാചകൻ പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിയത് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. മലക്കുകളിലെ നല്ലവനായ ജിബ്രീലിനെ കണ്ടുകൊണ്ട് പ്രവാചകൻ പോലും ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മലക്കുകളിലെ ഏറ്റവും ഭീകരന്മാരായ, കൊടും ഭീകരന്മാരായ, കറുത്ത മുഖമുള്ള, കയ്യിൽ ദണ്ഡും പിടിച്ചിരിക്കുന്ന ആ ഭീകരമായ കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയാണ് മുസീബത്തുൽ മൗത്തിന്റെ രണ്ടാമത്തെ ഭാഗം. ആ രണ്ടാമത്തെ ഘടകത്തെ, രണ്ടാമത്തെ ഭാഗത്തെ പ്രിയപ്പെട്ടവരെ ഭയപ്പെടണേ. കാഫിറാകുന്നത് ഭയപ്പെടണേ, ഫാസിക്കാകുന്നത് ഭയപ്പെടണേ. അവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്ത് ഭീകരമായ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്നത് അതികഠിനമാണെന്നാണ് റസൂലുള്ള വിശദീകരിക്കുന്നത്.
വിശദീകരിച്ചിട്ടുള്ളത് ഖബറിൽ രക്ഷയില്ല, ഖബറിന് ശേഷവും രക്ഷയില്ല എന്നാണ്. മഹാനായ പ്രവാചകന്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതെന്ന് നാം മനസ്സിലാക്കുക. പടച്ച റബ്ബിനോട് അതിൽ നിന്നും രക്ഷ ചോദിക്കുക. ഇതാണ് മരണവിപത്തുകളിലെ രണ്ടാമത്തെ ഭാഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ടത് മരണവിപത്തുകളിലെ മൂന്നാമത്തെ കാര്യമാണ്. ഒന്നും രണ്ടും ഒരുപക്ഷേ ഒന്നാമത്തെ നാം തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. പടച്ച റബ്ബിനോട് ലഘൂകരിക്കാനായി പ്രാർത്ഥിക്കാം. രണ്ടാമത്തത് കാഫിറിനെ സംഭവിക്കും. പക്ഷേ മൂന്നാമത്തെ മരണവിപത്തുണ്ടല്ലോ, മരണത്തിന്റെ ഭീകരതയുണ്ടല്ലോ, അത് ഹതഭാഗ്യവാനായ, നിർഭാഗ്യവാനായ, ദൗർഭാഗ്യവാനായ ആളാരാണോ അവർക്കാണ് സംഭവിക്കുന്നത്. ആരാണെന്നതറിയില്ല, ആരാണെന്നറിയില്ല. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരടിക്കുന്നവനോ, 5 നേരം നമസ്കാരത്തിനായി പള്ളിയിലേക്ക് ജമാഅത്തിനായി പോകുന്നവനോ, ഹജ്ജ് ചെയ്തവനോ, ദാനധർമ്മങ്ങൾ നൽകിയവനോ, ഇങ്ങനെ ലോകത്ത് പടച്ച റബ്ബ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുന്നവനാണോ അതല്ലാത്തവനാണോ എന്ന് അറിയാൻ കഴിയില്ല. അഥവാ സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട പര്യവസാനം. ഒരു കാലഘട്ടം മുഴുവൻ നന്മയിൽ ജീവിക്കുക, ഒരു കാലഘട്ടം മുഴുവനും നന്മയിൽ ജീവിക്കുക, എന്നിട്ട് അവസാനം നരകക്കാരന്റെ പ്രവർത്തനവുമായി ലോകത്തോട് വിടയെല്ലേണ്ടി വരിക. ദീർഘമായ കാലം നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ ആളായി സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അവസാനം നരകക്കാരന്റെ പ്രവർത്തനം സംഭവിച്ച് നരകത്തിലേക്ക് പോവുക. ഒരുപാട് സ്വഹാബിമാരിൽ നിന്നും ഹദീസിന്റെ മിക്കവാറും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള വ്യത്യസ്ത അവസ്ഥകൾ വിശദീകരിക്കുന്നു. അതിൽ പ്രവാചകൻ പറയുകയാണ്, ഫവല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവാണ്, അവനല്ലാതെ ഒരു ആരാധനില്ല, അവൻ തന്നെയാണ് സത്യം. ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഹത്താ യകൂന ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാ, അവനും സ്വർഗ്ഗത്തിനുമിടയിൽ ഒരു മുഴം മാത്രം അകലെ നിൽക്കുന്ന സമയത്ത് ഫയസ്ബിഖുൽ അജൽ, അവന്റെ വിധി അവനെ മുൻകടക്കുന്നു. ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ, അവൻ നരകക്കാരന്റെ പ്രവർത്തനം ചെയ്യുന്നു. ഫയദ്ഖുലുഹാ, എന്നിട്ട് അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ദീർഘമായ കാലം, നീണ്ട കാലം സ്വർഗം കിട്ടാനുള്ള വിശ്വാസം, സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനം, സ്വർഗത്തിലെത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. സ്വർഗത്തിലേക്ക് അടുക്കും. സ്വർഗവും അവനുമിടയിൽ ഒരു മുഴം മാത്രം അകലെയാകുമ്പോൾ നരകക്കാരന്റെ പ്രവർത്തനം സംഭവിച്ച് നരകത്തിലേക്ക് പോകുന്നു. വീണ്ടും റസൂലുള്ള വിശദീകരിക്കുന്നു, വൈന്നഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ നരകക്കാരന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഹത്താ യകൂന ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാ, അവനും നരകത്തിനുമിടയിൽ ഒരു മുഴം മാത്രം അകലെയാകുമ്പോൾ ഫയസ്ബിഖുൽ അജൽ, അവന്റെ വിധി അവനെ മുൻകടക്കുന്നു. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം അവൻ പ്രവർത്തിക്കുന്നു. ഫയദ്ഖുലുഹാ, എന്നിട്ട് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. അതേ സഹോദരങ്ങളെ, ദീർഘമായ കാലം കള്ളുകുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, ശിർക്കം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, നരകത്തിലേക്ക് ഇങ്ങനെ പോയി നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ അവസാനത്തിൽ സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം സംഭവിച്ച് അയാൾ സ്വർഗ്ഗത്തിൽ പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. ഇത് സഹോദരങ്ങളെ നാം ഭയപ്പെടണം, നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം. ഈമാനുള്ളവരെ, മുഅ്മിനുകളെ, മുസ്ലിങ്ങളെ, മുജാഹിദുകളെ, മുവഖ്ഖിദുകളെ, നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതാണ്. ദീർഘമായ ഒരു കാലഘട്ടം, ഒരുപാട് കാലഘട്ടം, ഒരുപാട് പ്രായം നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് ജീവിതത്തിന്റെ അവസാനത്തിൽ നരകക്കാരന്റെ പ്രവർത്തനം സംഭവിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെങ്കിൽ, മഹാനായ പ്രവാചകൻ ഒരു യുദ്ധക്കളത്തിൽ മുശ്രിക്കുകളുമായി പോരടിച്ചു കൊണ്ടിരിക്കുന്നു. മുശ്രിക്കുകളുമായി തൗഹീദിന് വേണ്ടി പോരടിക്കുന്ന പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ സന്ദേശത്തിന് വേണ്ടി ജീവിക്കാൻ
അനുമതി നൽകാത്തവർക്കെതിരെ യുദ്ധത്തിൽ പോരടിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകനും അനുയായികൾ ഇങ്ങനെ യുദ്ധക്കളത്തിലാണ്. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ആളുകൾ അദ്ദേഹത്തെ നോക്കി പറയുന്നു, ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയത് ഇയാളാണ്, ഇയാൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്, ഇയാളാണ് സ്വർഗത്തിലേക്കുള്ളത്, ഇയാളാണ് യഥാർത്ഥ മുജാഹിദ് എന്ന അഭിപ്രായം പറയുന്നു. കണ്ടു നിൽക്കുന്നവരൊക്കെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ മഹാനായ പ്രവാചകൻ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവിന്റെ, ലോകത്തിന്റെ നേതാവിന്റെ മറുപടി മറ്റൊന്നായിരുന്നു. ഇന്നഹു മിൻ അഹ്ലിന്നാർ, ഇന്നഹു മിൻ അഹ്ലിന്നാർ, തീർച്ചയായും അവൻ നരകത്തിലാണ്, തീർച്ചയായും അവൻ നരകത്തിലാ. ആരെയാണ് റസൂലുള്ള നരകത്തിലാണെന്ന് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടിക്കൊണ്ട് മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്തുകൊണ്ട്, തന്റെ വാളെടുത്തുകൊണ്ട്, പടവാളെടുത്തുകൊണ്ട് രണാങ്കണത്തിൽ പോരടിക്കുന്നവൻ, തന്റെ കുന്തമെടുത്തുകൊണ്ട് മറ്റുള്ളവരെ കുത്തുന്നവൻ, തന്റെ അമ്പെടുത്തുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ അമ്പെയ്യുന്നവൻ, അമ്പും വില്ലും ഉപയോഗപ്പെടുത്തുന്നവന്, തൗഹീദിന് വേണ്ടി ജീവിതം പണയം വെച്ചുകൊണ്ട്, ജീവൻ പണയം വെച്ചുകൊണ്ട് പോരടിക്കുന്ന ഒരുവനെ പറ്റി റസൂലുള്ള യഥാ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ ചില ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ചില യുവാക്കൾക്കൊന്നും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ചിലരൊക്കെ പിറകോട്ടടിക്കുന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യൻ നരകത്തിലാണെന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, തൗഹീദിന് വേണ്ടി പോരടിക്കുന്ന ഒരു മുജാഹിദ് അവൻ നരകത്തിലാണെന്നാണോ റസൂലുള്ള പറയുന്നത്? വിശ്വാസം വരാത്ത ചില ആളുകൾ ആ മനുഷ്യന്റെ പിറകെ പോയി. അയാൾ അങ്ങനെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ശത്രുക്കളിൽ നിന്നൊരു വെട്ട് കിട്ടുന്നു. വെട്ട് കിട്ടി വേദന സഹിക്കവയ്യാതെ തന്റെ കയ്യിലുള്ള വാള് അത് നിലത്ത് കുത്തിവെച്ച്, അല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള കുന്തം നിലത്ത് കുത്തിവെച്ചുകൊണ്ട് ആ വാളിലേക്കോ കുന്തത്തിലേക്കോ അയാൾ കമിഴ്ന്ന് വീണുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തയാൾ നരകത്തിലല്ലേ? നോക്കടേ സഹോദരങ്ങളെ, നോക്കടേ സഹോദരങ്ങളെ, ഓർക്കടേ സുഹൃത്തുക്കളെ, ഓർക്കടേ സഹോദരികളെ, മഹാനായ പ്രവാചകന്റെ പ്രവചനമാണ്. ദീർഘമായ കാലം സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം നരകക്കാരനായി പോയേക്കാം എന്ന് റസൂലുള്ള പറഞ്ഞതാണ്, എന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചതാണ്. ഈ മനുഷ്യനെ പറ്റി പ്രവാചകൻ അത് പറഞ്ഞപ്പോ ആർക്കും വിശ്വാസം വന്നില്ലല്ലോ. പിന്നീട് അവർ ഈ കാഴ്ച കണ്ടു. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് കണ്ടപ്പോ പ്രവാചകനിലേക്ക് തിരിച്ചു വരുന്നു. റസൂലുള്ളയെ കെട്ടിപ്പിടിച്ച് ഷഹാദത്ത് ഉച്ചരിച്ചപ്പോ, ആവർത്തിച്ചുച്ചരിച്ചപ്പോ റസൂലുള്ള ചോദിച്ചു, അല്ല മനുഷ്യ, നീ എന്തിനാണ് ഈ കാര്യം, നീ എന്തിനാണ് ഷഹാദത്ത് ഉച്ചരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളയോട് അയാൾ നൽകിയ മറുപടി, നബിയെ, താങ്കൾ തൗഹീദിന് വേണ്ടി പോരടിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റി നരകത്തിലാണെന്ന് പറഞ്ഞില്ലേ? അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല നബിയെ. പിന്നീട് ഞാൻ അയാളുടെ പിറകെ പോയി, അയാൾ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടു എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കണേ. മഹാനായ പ്രവാചകൻ ഈ സംഭവത്തിന്റെ അവസാനം ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നത് രണ്ട് രൂപത്തിലാണ് പ്രവാചകന്റെ പ്രവചനമുള്ളത്. ഓ മഹാനായ പ്രവാചകൻ പറയുന്നത്, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂ ലിന്നാസ്, തീർച്ചയായും ജനങ്ങൾക്കൊക്കെ തോന്നും ഒരാളെ പറ്റി, അയാൾ സ്വർഗത്തിലാ, അയാൾ മുജാഹിദാ, അയാളാണ് യഥാർത്ഥ ദീനിന്റെ വ്യക്തി എന്ന് ആളുകൾക്കൊക്കെ തോന്നും. അങ്ങനെ സ്വർഗക്കാരനാണെന്ന് ആളുകളൊക്കെ ധരിച്ചു പോകും. പക്ഷേ വഹുവ മിൻ അഹ്ലിന്നാർ, വഹുവ മിൻ അഹ്ലിന്നാർ, വഹുവ മിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്. ഇന്നർ റജുല ലയഅമലു സമന ത്വീൽ, തീർച്ചയായും ഒരു മനുഷ്യൻ നീണ്ട കാലം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും. ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം ചെയ്തു മുന്നോട്ട് പോകുമത്രേ. തുമ്മ യുഖ്തമു അമലഹു ബിഅമലി അഹ്ലിന്നാർ, പിന്നീട് അവന്റെ പ്രവർത്തനം നരകക്കാരന്റെ പ്രവർത്തനം കൊണ്ട് പര്യവസാനിക്കും. ഒരുപാട് കാലഘട്ടം സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം ചെയ്യും, സ്വർഗത്തിലേക്ക് പോകും. പക്ഷേ ജീവിതത്തിന്റെ അവസാനം നരകക്കാരന്റെ പ്രവർത്തനം സംഭവിച്ച് നരകത്തിലേക്ക് പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ രണ്ടാണ്. ഒന്ന്, റസൂലുള്ള എന്താണ് പറഞ്ഞതെന്നോ, ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ,
പ്രവർത്തനങ്ങൾ പര്യവസാനത്തിനനുസരിച്ചാണ്. ഉമ്മത്ത് മുസ്ലിമേ, മുജാഹിദുകളെ, മുവക്കിദുകളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ശരിക്കാലോചിക്കണേ. ഒരുപാട് കാലം ഞാൻ ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ തൗഹീദി പ്രബോധനത്തിന്റെ നേതൃത്വത്തിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരടിച്ചവനാണ്. 50 കൊല്ലത്തെ തൗഹീദിന്റെ പ്രബോധനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവനാണ്. ഇതാ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് ഞാൻ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. ഞാൻ ചെയ്ത നന്മകൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ സ്വർഗക്കാരനാണ്, ഞാൻ സ്വർഗക്കാരനാണ് എന്ന് ദീർഘമായ കാലത്തെ നന്മകളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരാളും വിചാരിക്കരുതേ. കാരണം ജീവിതത്തിന്റെ അവസാനത്തെ പ്രവർത്തനം, മരിക്കുന്നതിന് മുമ്പുള്ള വിശ്വാസം എന്ത്, മരിക്കുന്നതിന് മുമ്പുള്ള കർമ്മം എന്ത്, മരിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനം എന്ത്, ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് നിങ്ങളുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ മറ്റൊരു ഭാഗം ഈ പ്രവാചകൻ അവസാനിപ്പിച്ചത് ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിറജുലിൻ ഫാജിർ, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിറജുലിൻ ഫാജിർ. തമ്മാടിയായ നരകക്കാരനായ വ്യക്തിയെ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് ശക്തി നൽകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അത്രയും നേരം അല്ലാഹുവിന്റെ ദീനിന് അയാളെ കൊണ്ട് ശക്തി കിട്ടി. പക്ഷേ അയാളുടെ മരണത്തെ പടച്ച റബ്ബ് വിധിച്ചത് നരകക്കാരന്റെ പര്യവസാനമാണ്. ഇത് സഹോദരങ്ങളെ നാം ഭയപ്പെടണം. എന്റെ പര്യവസാനം എന്ത്, നമ്മുടെ ഓരോരുത്തരുടെയും പര്യവസാനം എന്ത്, നരകക്കാരൻ്റെതാണോ സ്വർഗക്കാരൻ്റെതാണോ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതാന്ത്യത്തെ ഭയപ്പെടണം, നന്മയിൽ ഉറച്ചു നിൽക്കണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, പ്രവാചക പത്നി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. മക്കയിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചപ്പോ അവരുടെ ആദ്യ ഭർത്താവും മുസ്ലിമായി. ഇസ്ലാം സ്വീകരിച്ചപ്പോ ആളുകൾ ബുദ്ധിമുട്ടിച്ചു. അബൂ സുഫിയാൻ അന്ന് അദ്ദേഹം അവിശ്വാസത്തിലായിരുന്നു, പീഡിപ്പിക്കുകയാണ്. അബൂജഹലിന്റെ ക്രൂരമായ മർദ്ദനം സഹിക്കവയ്യാതെ മക്കയിൽ നിന്നതാ അബിസീനിയയിലേക്ക് പലായനം ചെയ്യുന്നു. അബിസീനിയയിലേക്ക് ഹിജറ പോകുന്നു. അബിസീനിയയിലേക്ക് തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരടിച്ചുകൊണ്ട് പീഡനം സഹിക്കവയ്യാതെ മക്ക വിട്ടുകൊണ്ട് അബിസീനിയയിലേക്ക് പോകുന്ന ഉമ്മു ഹബീബയും ഭർത്താവും. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്താണെന്നറിയാമോ? അവിടെ വെച്ചതാ ഉമ്മു ഹബീബയുടെ ഭർത്താവ് ക്രിസ്തു മതത്തിലേക്ക് പോയി, മുർത്തദ്ദായി പോയി എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചതെങ്കിൽ തൗഹീദിന് വേണ്ടി പീഡനം സഹിച്ചില്ലേ? തൗഹീദിന് വേണ്ടി മർദ്ദനം സഹിച്ചില്ലേ? തൗഹീദിന് വേണ്ടി നാടും വീടും വിട്ടടിഞ്ഞില്ലേ? എന്നിട്ട് പോലും അവസാനം മുർത്തദ്ദായി പോയി എന്നാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിച്ചതെങ്കിൽ അതാ മറ്റൊരു സഹാബി കാത്തിബുൽ വഹി, നബിയുടെ വഹി എഴുതി വീഴുന്ന ഒരു മനുഷ്യനതാ ഒരിക്കൽ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഒന്നും അറിയുകയില്ല, ഞാൻ പറയുന്നത് മാത്രമേ അറിയുകയുള്ളൂ, ഞാൻ എഴുതി കൊടുക്കുന്നത് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നു. പ്രവാചകന്റെ വഹീനെ നിഷേധിച്ചുകൊണ്ട് ഇയാളും ക്രിസ്തു മതത്തിലേക്ക് പോയി. അയാളും അല്ലാഹു മരിപ്പിച്ചു. ആ മനുഷ്യന്റെ ശവശരീരത്തെ, ആ മനുഷ്യന്റെ മയ്യത്തിനെ ആളുകൾ കുഴിച്ചുമൂടി. ക്രിസ്തു മതാചാര പ്രകാരം കുഴിച്ചുമൂടി. ഒന്നാമത്തെ ദിവസം കുഴിച്ചുമൂടി ഭൂമി ആ മയ്യത്തിനെ പുറത്തേക്കെറിഞ്ഞു. നേരം പുലരുമ്പോഴേക്ക് രണ്ടാമത്തെ ദിവസം ആളുകൾ വലിയ കുഴി കുഴിച്ചുകൊണ്ട് മയ്യത്ത് കുഴിച്ചു മൂടി. രണ്ടാമത്തെ ദിവസവും ഭൂമി പുറത്തേക്കെറിഞ്ഞു. മൂന്നാമത്തെ ദിവസം ആ മനുഷ്യർക്കാകുന്ന ഏറ്റവും വലിയ കുഴി കുഴിച്ചുകൊണ്ട് ആ മയ്യത്തിനെ കുഴിച്ചു മൂടി. മൂന്നാമത്തെ ദിവസവും മയ്യത്തിനെ ഭൂമി പുറത്തേക്കെറിഞ്ഞു. പടച്ച റബ്ബ് നിന്ദിച്ചു. പിന്നീട് വന്യമൃഗങ്ങളും പക്ഷികളും കൊത്തിക്കേറി വലിച്ചു കീറിക്കൊണ്ടാണ് നിന്യമായ മരണമാണ് നിന്യമായിട്ടുള്ള അവസാനമാണ് അയാൾക്കുണ്ടായതെന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം നന്മകൾക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളൊരാളും സ്വർഗത്തിൽ പോകണമെന്നില്ല.
നമ്മളൊരാളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നില്ല. മറിച്ച് മരിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനം, മരിക്കുന്നതിന് മുമ്പുള്ള വിശ്വാസം അത് അതിപ്രധാനമാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ പരലോകമോക്ഷം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്, അനുയായികൾ പോയി ചോദിച്ചു, അബൂ ഹുറൈറ താങ്കൾ എന്തിനാ കരയുന്നത്, താങ്കൾ എന്തിനാ ദുഃഖിക്കുന്നത്? അബൂ ഹുറൈറയുടെ മറുപടി, ദുനിയാവ് വിട്ടു പോകുന്ന വേർപാടിന്റെ വേദന കൊണ്ട്, ഈ ലോകം വിട്ടു പോകേണ്ടത് കൊണ്ട് ഞാൻ കരയുന്നില്ല, ഞാൻ ദുഃഖിക്കുന്നില്ല, എനിക്ക് വിഷമമില്ല. മറിച്ച് എന്റെ റബ്ബിൽ നിന്നുള്ള രണ്ടാലൊരു സന്തോഷ വാർത്ത ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകിൽ സ്വർഗം കൊണ്ടാവണേ, അതല്ലെങ്കിൽ നരകം കൊണ്ടാവും. സ്വർഗം കൊണ്ടാവണമേ, നരകം കൊണ്ടാവരുതേ എന്ന തേട്ടവും ആഗ്രഹവും കൊണ്ടാണ് അബൂ ഹുറൈറ കരയുന്നതെന്ന്, അബൂ ഹുറൈറ കണ്ണീരൊലിപ്പിക്കുന്നതെന്ന് അബൂ ഹുറൈറയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പര്യവസാനത്തെ നാം ഭയപ്പെടേണ്ടേ, ഈ മോശപ്പെട്ട പര്യവസാനത്തെ നാം ഭയപ്പെടേണ്ടേ. ഒരുപാട് കാലഘട്ടം നന്മയിൽ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല, മുവക്കിദായി എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോവില്ല. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനം അതിപ്രധാനമാണ്. നോക്കൂ, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമാകുന്ന ഈജിപ്ത് യുദ്ധം, മിസ്രിന്റെ മോചനത്തിന് നേതൃത്വം കൊടുത്ത സ്വഹാബിയാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഫാത്തിഹ് മിസ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള സ്വർഗമുണ്ടെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മകൻ അബ്ദുള്ള പോയി ചോദിച്ചു, അല്ല പിതാവേ, സ്വർഗമുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയതല്ലേ, നിങ്ങൾ എന്തിനാ കരയുന്നത്, നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ, എന്റെ ജീവിതത്തിൽ 3 കാലഘട്ടം കഴിഞ്ഞുപോയി, 3 കാലഘട്ടം കഴിഞ്ഞുപോയി. വിശ്വാസികളെ ശരിക്കാലോചിക്കണേ, നമ്മുടെ ജീവിതത്തിലും ആ കാലഘട്ടം കഴിഞ്ഞു പോയേക്കാം. ഒന്ന്, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ കാലഘട്ടം ഞാൻ അവിശ്വാസിയായിരുന്നു, മുശ്രിക്കായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശത്രുവായിരുന്നു, റസൂലുള്ളാഹിയായിരുന്നു എന്റെ ഏറ്റവും വലിയ ശത്രു, ഇസ്ലാമിനോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ്. റസൂലുള്ളാഹിയെ കൊല്ലാനായി പല സ്ഥലങ്ങളിലും ഞാൻ വന്നു, റസൂലുള്ളാഹിക്കെതിരെ അമ്പെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹിക്കെതിരെ എന്റെ വാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് പ്രവാചകനെ എങ്ങാനും ഞാൻ കൊന്നിരുന്നുവെങ്കിൽ, അന്നെങ്ങാനും പ്രവാചകനെ ഞാൻ വകവരുത്തിയിരുന്നുവെങ്കിൽ ഞാൻ കാഫിറായി, അവിശ്വാസിയായി, മുശ്രിക്കായി ലോകത്തോട് വിടവല്ലുമായിരുന്നു മോനെ. പക്ഷേ പടച്ച റബ്ബ് എന്നെ ആ ഒരവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിച്ചു, അന്ധവിശ്വാസത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചു, ശിർക്കും ഖുറാഫാത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. പിന്നീട് എനിക്ക് മോനെ രണ്ടാമത്തെ ഒരു കാലഘട്ടം വന്നു. റസൂലുള്ളാഹിയിൽ ഞാൻ വിശ്വസിച്ചു, ഷഹാദത്ത് ചൊല്ലി മദീനയുടെ പള്ളിയിലേക്ക് എത്തുന്നു, അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്തി, പ്രവാചകന്റെ മുട്ടുകാലുകളോട് എന്റെ മുട്ടുകാല് ചേർത്ത് വെച്ച് തലതാഴ്ത്തി കരയുന്ന എന്നെ സമാധാനിപ്പിച്ച് റസൂലുള്ളാഹി ചോദിച്ചു, അംർ നീ എന്തിന് കരയുന്നു, അംർ നീ എന്തിന് ദുഃഖിക്കുന്നു? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, ജാഹിലിയ്യത്തിൽ ഒട്ടനവധി തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്നലെകളിൽ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് സ്വർഗമുണ്ടോ, എനിക്ക് നരകമുണ്ടോ, ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നാലോചിച്ചാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അംർ താങ്കൾ കരയേണ്ട, അംർ താങ്കൾ ദുഃഖിക്കേണ്ട, അൽ ഇസ്ലാമു യഹ്ദിമു മാ ഖബല, തീർച്ചയായും ഇസ്ലാം അതിനു മുമ്പുള്ള പാപങ്ങൾ മായ്ച്ചു തരുന്നതാണ്, താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ റസൂലുള്ളാഹിയുടെ കൂടെ തൗഹീദിനു വേണ്ടി മുശ്രിക്കുകൾക്കെതിരെ പോരടിച്ചു മോനെ, രണാങ്കണത്തിൽ പോരടിച്ചു, പല യുദ്ധത്തിലും നേതൃത്വം നൽകി. അങ്ങനെ നേതൃത്വം നൽകുന്ന സമയങ്ങളിൽ ഞാനെങ്ങാനും മരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സ്വർഗമുണ്ടാകുമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ മരിച്ചില്ല. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ വന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ വന്നു. ഇസ്ലാം അതിന്റെ സർവ്വവ്യാപനത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാൻ ആദർശം കൊണ്ട് കഴിയില്ല, പുറത്തു നിന്ന് കഴിയില്ല എന്ന് മനസ്സിലാക്കി ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ ചേക്കേറുകയാണ്. ഉമർ ബിൻ ഖത്താബിന്റെ കൊലപാതകത്തിൽ അത്
കലാശിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിൽ അതാ ആദർശം തിരിച്ചറിയാതെ ആവേശത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളവർ, ഇസ്ലാമിന്റെ വ്യാപനത്തിൽ വ്യാജ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ചാരന്മാരായ ആളുകൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവസാനം മൂന്നാം ഖലീഫ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിലക്ക് വാങ്ങിയ റോമാ കിണറിൽ നിന്നും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹം വിലക്ക് വാങ്ങിയ സ്ഥലത്തേക്ക് നീട്ടിവെച്ച മദീന പള്ളിയുടെ വികസിപ്പിച്ച മദീന പള്ളിയിൽ ഒരു റക്അത്ത് പോലും ഒരു സുജൂദ് പോലും ചെയ്യാൻ അനുവദിക്കാതെ 40 ദിവസത്തോളം തടഞ്ഞു വെച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യൻ അന്ന് ശത്രുക്കളുടെ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു കൊണ്ട് 9 കുത്തുകൾ ആഞ്ഞാഞ്ഞു കുത്തി. 6 കുത്തുകൾ ഉസ്മാൻ ഇസ്ലാമിനോടുള്ള വിരോധമാണ്, 3 കുത്തുകൾ ഉസ്മാൻ താങ്കളോടുള്ള വിരോധമാണെന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മരണത്തോടുകൂടി മുസ്ലിം വിഭാഗം 2 കക്ഷികളായി തീർന്നപ്പോൾ അംബ്രംബ്രിന്റെ തീരുമാനമെടുത്തുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ ഒരു കക്ഷിയുടെ കൂടെ ചേർന്നിട്ടുണ്ട് പോലെ ഇന്ന് രോഗശയ്യയിൽ കിടന്ന് ഈ കട്ടിലിൽ കിടന്ന് ലോകത്തോട് വിടയെല്ലുന്ന നിമിഷത്തിൽ എന്റെ പര്യവസാനം എന്തേ, എനിക്ക് സ്വർഗമാണോ എനിക്ക് നരകമാണോ എന്നറിയില്ല എന്ന് പറയുന്നത് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഫാത്തിഹു മിസ്ർ, ഈജിപ്തിന്റെ മോചകൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് ഭയപ്പെടണം. മോശപ്പെട്ട പര്യവസാനത്തെ ഭയപ്പെടണം. ഏത് നിമിഷവും ദീനിൽ നിന്ന് തെറ്റിപ്പോകാം. അതുകൊണ്ടാണ് നിർബന്ധമായും 17 തവണ സത്യമതത്തിലായ ശേഷം, ഇസ്ലാമിൽ കടന്നു വന്ന ശേഷം, മുജാഹിദുകളായ ശേഷം, മുവഖ്ഖിദുകളായ ശേഷം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാദാ ചൊവ്വായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം, നേരായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? എന്തിനാ ആവർത്തിച്ച് നേരായ പാതയെ, സത്യത്തിന്റെ മാർഗത്തെ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ഏത് നിമിഷവും ഇതിൽ നിന്ന് തെറ്റിപ്പോകാം എന്നുള്ള കാരണം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആലിമ്രാനിലെ 8-ാമത്തെ വചനം നോക്കൂ. വിശ്വാസികൾ പ്രാർത്ഥിക്കുമത്രേ, വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുമത്രേ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നാദാ സന്മാർഗത്തിലായ ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കരുതേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസികൾ പ്രാർത്ഥിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നതെങ്കിൽ ഈ സന്മാർഗത്തിലായ ശേഷം ഏത് നിമിഷവും ആരും തെറ്റിപ്പോയേക്കാം. ഇതാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ പ്രവാചകൻ അതാ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കൂടുതൽ റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ 2 എണ്ണമാണ്. ഒന്നേതാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് തുടങ്ങുന്ന വരികളാണ്. മറ്റൊന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതേതാ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, നാദാ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് റസൂലുള്ളയാണ്. അല്ലാഹുവിന്റെ റസൂലാ പ്രാർത്ഥിക്കുന്നത് മതത്തിൽ, ആദർശത്തിൽ, ദീനിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ വിശ്വാസികളെ, കാരണം എന്താ? മനുഷ്യ ഹൃദയം അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. യുകല്ലിബുഹു കൈഫ യശാ, പടച്ച റബ്ബ് ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കും ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം പടച്ച റബ്ബിന്റെ വിരലുകൾക്കിടയിലാണ്. റബ്ബ് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങോട്ട് തിരിക്കും, റബ്ബ് ഇഷ്ടപ്പെട്ടാൽ അങ്ങോട്ട് തിരിക്കും. എങ്ങോട്ട് തിരിക്കുമെന്നറിയില്ല. സന്മാർഗത്തിൽ നിന്ന്, നേരായ പാതയിൽ നിന്ന് ഏത് നിമിഷവും തെറ്റിപ്പോകാമെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിന്റെ 41-ാമത്തെ അധ്യായം സൂറത്തു ഫുസ്സിലത്തിലൂടെ സൂചിപ്പിച്ചത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم
സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഹ്സനു വലാ തഖാഫു വബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. തീർച്ചയായും വിശ്വാസികളായ ആളുകൾ റബ്ബുനല്ലാഹയാണെന്ന്, ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ, എന്നിട്ട് മരണം വരെ ചൊവ്വായി നിലകൊണ്ടിട്ടുള്ള ആളുകൾ ആരോ അവരിലേക്കാണ് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് നേരത്തെ കേട്ട സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നവർ, സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് സ്വാഗതം നൽകുന്നവർ. അവർക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം അവർക്കാണ് ലഭിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ, ഈ എക്സിബിഷന്റെ ഇന്നത്തെ വിജ്ഞാന സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ഹെഞ്ചത്ത് ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്കുറപ്പിച്ചോ, അള്ളാന്റെ ദീനിൽ നിന്ന് ആരും തെറ്റിപ്പോകും. 38 കൊല്ലത്തെ തൗഹീദിന്റെ പാരമ്പര്യം അവകാശപ്പെട്ടവൻ തെറ്റിപ്പോകില്ല എന്നല്ല, 50 കൊല്ലത്തെ തൗഹീദിന്റെ പാരമ്പര്യം അവകാശപ്പെടുവൻ തെറ്റിപ്പോകില്ല എന്നല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി പോരടിച്ച് വിഗ്രഹങ്ങൾക്കെതിരെ അതിശക്തമായി ശബ്ദിച്ച, ജന്മം മുതൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരടിച്ച നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലും ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, അല്ല മതി അല്ല മതി അല്ല മതി, ഞങ്ങൾക്ക് അല്ല മതി എന്ന സന്ദേശത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പേടിച്ചതെന്താ? വജുനുബിനി വബനിയൻ അബ്ദുൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബിയിൽ നിന്നുണ്ടായത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഫിർഔനിനും അനുയായികളും ചെങ്കടലിൽ മുങ്ങിത്താകുന്നത് മൂസാ നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും കണ്ണിൽ കണ്ടതാണ്. ഫിർഔനും അനുയായികളും ചെങ്കടലിൽ മുങ്ങിത്താകുന്നത് കണ്ണിൽ കണ്ടിട്ടുള്ള മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികൾ, മൂസാ നബി കേവലം 40 ദിവസത്തിന് തൗറാത്ത് സ്വീകരിക്കാനായി മറ്റൊരു പ്രവാചകനെ ഭരണമേൽപ്പിച്ചുകൊണ്ട് മാറിപ്പോയപ്പോൾ വെറും 40 ദിവസത്തിന് മാറിപ്പോയപ്പോൾ പച്ച ശിർക്ക് സമൂഹത്തിലേക്ക് കടന്നു വന്നു. ഫിർഔനും അനുയായികളും ചെങ്കടലിൽ മുങ്ങിത്താവുന്നത് കണ്ണിൽ കണ്ട മൂസാ നബിയുടെ അനുയായികൾ മറ്റൊരു പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ, ഒരു പ്രവാചകൻ നേതൃത്വത്തിലുള്ളപ്പോ ശിർക്കിലേക്ക് കേവലം 40 ദിവസം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ദീനിൽ നിന്ന് ആരും തെറ്റിപ്പോകും, മതത്തിൽ നിന്ന് ആരും അകന്നു പോകും. ആ അകന്നു പോകൽ ഭയപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചത്, ദീനിൽ നിന്നിങ്ങനെ ആളുകൾ തെറ്റിപ്പോയി എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ശിർക്ക് ചെയ്യുന്നത് വരെ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി കൂടിച്ചേരുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഗൗരവമായ കാര്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ടതാണ്. നമ്മൾ ഇത്രയും കാലം നന്മ ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം, മരിക്കുന്നതിന് മുമ്പുള്ള അമലേത്, അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. പലരെയും നമ്മൾക്ക് പരിചയമുണ്ടല്ലോ. തൗഹീദിന് വേണ്ടി പോരടിച്ചിരുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദങ്ങളായവർ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ തന്നെ നിഷേധിച്ചു പോയിട്ടില്ലേ? മുഅ്ജിസത്തുകളെ തന്നെ നിഷേധിച്ചു പോയിട്ടില്ലേ? പ്രവാചകന്റെ ഹദീസുകളെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ലേ? പലരും ദീനിൽ നിന്ന് തെറ്റിപ്പോയത് അനുഭവങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും മഹാനായ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്ന യഥാർത്ഥ ദീനിന്റെ വക്താക്കളാകാൻ പരിശ്രമിക്കുക. ആ കാര്യങ്ങളിൽ നിന്ന് ആരൊക്കെ പിറകോട്ട് പോയാലും ആരൊക്കെ തെറ്റിപ്പോയാലും അവരുടെ പിറകെ കൂടേണ്ട ഒരാളും നമ്മുടെ പിന്നാലെ ഉണ്ടാവില്ല. ഞാൻ ഒറ്റക്കാണ് എൻ്റെ ഖബറിൽ, നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണ് ഖബറിൽ. നമ്മൾ ഓരോരുത്തരും നഫ്സി നഫ്സി പറഞ്ഞുകൊണ്ടാണ് നാളെ വിചാരണക്കായിക്കൊണ്ട് പുനരുദ്ധാന നാളിൽ എഴുന്നേൽപ്പിക്കപ്പെടുക. വിചാരണയുടെ നേരത്ത് ഒരു സലഫി നമ്മുടെ കൂടെയില്ല, ഒരു മദനി നമ്മുടെ കൂടെയില്ല, ഒരു മൗലവിയും നമ്മുടെ കൂടെയില്ല. ഓരോരുത്തരും അവനവന്റെ കയ്യിൽ അവനവൻ ചെയ്ത അമലുമായി വലതു കൈയിലേക്ക് നന്മകളും ഇടതു കൈയിലേക്ക് തിന്മകളും ലഭിക്കും.
ലഭിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ എൻ്റെ നന്മകളാണ് എനിക്ക് ഉപകാരം, എൻ്റെ തിന്മകൾ എനിക്ക് ഉപദ്രവമാകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഇല്ല, ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ ഞാനില്ല, എൻ്റെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ തൗഹീദ് അത് കൈവടിയാൻ ഞാനില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പഠിപ്പിച്ച സന്ദേശം അല്ലാഹുവല്ലാത്ത ആരോട് സഹായം ചോദിച്ചാലും അത് ശിർക്ക് തന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പരസ്പരം നടത്തുന്ന സഹായ തേട്ടങ്ങൾ ഒഴികെ അതിനു പുറമെയുള്ള മുഴുവൻ സഹായ തേട്ടങ്ങളും ശിർക്ക് തന്നെയാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പഠിപ്പിച്ചതാ, സ്വഹീഹായ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു തന്നതാ. ആ സന്ദേശത്തിൽ നിന്നും ഇല്ല, ഒരു നിമിഷത്തിലും വ്യതിചലിക്കില്ല, ഒരു നിമിഷത്തിലും വ്യതിചലിക്കില്ല. ഇല്ല തൗഹീദ് കൈവടിയാൻ ആരൊക്കെ പിറകോട്ട് പോയാലും എനിക്കാവില്ല എന്ന പ്രഖ്യാപനം ഒരു ഇരുളിലും ഒരു പുഴയിലും ഒരു പ്രയാസത്തിലും ഒരു പ്രതിസന്ധിയിലും അല്ലാതെ എനിക്ക് വേണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ല പോരെ അല്ലാന്റെ അടിമക്ക്, അല്ല പോരെ അല്ലാന്റെ അടിമക്ക്, അല്ല പോരെ അല്ലാന്റെ അടിമക്ക്, അല്ല മതി, അല്ലാഹു മതി, അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചവരാ. ആ പ്രഖ്യാപനത്തിൽ നിന്നും ഒരു നിമിഷത്തിലും ഒരു ജിന്നിലേക്ക് ഞാനില്ല, ഒരു മലക്കിലേക്ക് ഞാനില്ല, ഒരു മരിച്ച മഹാത്മാവിലേക്കും ഞാനില്ല, ഒരു വിഗ്രഹത്തിലേക്ക് ഞാനില്ല, ഒരു കബറാളിയിലേക്കും ഞാനില്ല, ഒരാൾ ദൈവത്തിലേക്കും ഞാനില്ല, ഒരു വ്യക്തി പൂജയിലേക്കും ഞാനില്ല എന്ന പ്രഖ്യാപനവുമായി ഈ നെഞ്ചിലേറ്റിയ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് പിൻവാങ്ങാതിരിക്കുക. വിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം സൂറത്തു അഹ്സാബ് 23-24 വചനങ്ങൾ അക്കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് വിട്ടുപോകൽ അത് അപകടകരമാണ് സഹോദരങ്ങളെ. പടച്ച റബ്ബിനോട് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. മിനൽ മുഅ്മിനീന റിജാൽ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖലാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലൂ തബ്ദീലാ. വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയാമോ? പടച്ച റബ്ബിനോട് ഏറ്റെടുത്ത ഒരു കരാറുണ്ട്. ആ കരാർ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മിൻഹും മൻ ഖലാ നഹ്ബഹു, ആ കരാർ പൂർത്തിയാക്കി മരിച്ചുപോയവർ അവരുടെ കൂട്ടത്തിലുണ്ട്, മരണത്തെ പ്രതീക്ഷിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലൂ തബ്ദീലാ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരികയില്ല, ഒരു മാറ്റത്തിരുത്തവും വരികയില്ല. അല്ലാഹുവിനോട് ഏറ്റെടുത്ത കരാർ പൂർത്തിയാക്കുന്നവരാ. ഈ ഖുർആനിന്റെ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധം കഴിഞ്ഞുകൊണ്ട് മദീനയുടെ പള്ളിയിലെത്തി മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ നിന്നാണ് പാരായണം ചെയ്യുന്നത്. എന്താ സന്ദർഭം എന്നറിയാമോ? ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത മഹാനായ ഒരു സ്വഹാബി അനസ് ബിൻ നദിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഉഹദ് യുദ്ധത്തിന് മുമ്പായി മദീന പട്ടണത്തിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തി. എനിക്ക് ഒരവസരം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇനി കിട്ടിയാൽ അനസ് എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ ഉഹദ് യുദ്ധത്തിന് പിടിയാളമുണ്ടായി. അനസ് അതാ ഉഹദിലേക്ക് പോകുന്നു. അനസ് ഉഹദിലേക്ക് പോകുന്നു. കൂടെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. സഅദിനോട് അനസ് ചോദിച്ചു, അല്ല സഅദേ, എങ്ങനെ മടങ്ങാനാണ് ആഗ്രഹം? സഅദിന്റെ മറുപടി, ബദറിൽ എങ്ങനെയാണോ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തി തിരിച്ചത് അതേപോലെ തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനസിന്റെ മറുപടി, എന്നാൽ സഅദേ, രണാങ്കണത്തിൽ ശത്രുക്കൾ എന്നെ പിടികൂടി അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട് നാളെ പരലോകത്ത് ഷഹീദിന്റെ കൂലിയുമായി വരാനാണ് എനിക്കാഗ്രഹമെന്ന് പറഞ്ഞ് അനസദാ യുദ്ധക്കളത്തിലേക്ക് പോകുന്നു. യുദ്ധക്കളത്തിലേക്ക് തന്റെ വാളൂരി ഓടിപ്പോകുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി സഅദ് വരുന്നു. സഅദ് ചോദിക്കുന്നു, ഇലാ ഐന യാ അബാ അംർ, അബു അംർ താങ്കൾ എങ്ങോട്ടാ? അബു അംർ താങ്കൾ എങ്ങോട്ടാ? അബു അംറിന്റെ മറുപടി, മഹാനായ അനസിന്റെ മറുപടി, വാഹല്ലിരിഹിൽ ജന്ന, വാഹല്ലിരിഹിൽ ജന്ന, വാഹല്ലിരിഹിൽ ജന്ന. സ്വർഗത്തിന്റെ സുഗന്ധം ഉഹദ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിന്ന് അത് അടിച്ചു വീശുന്നത് ഞാൻ ആസ്വദിക്കുന്നു. സ്വർഗത്തിലേക്ക് വേഗത്തിൽ എന്ന് പറഞ്ഞ് രണാങ്കണത്തിൽ ഷഹീദാകുന്നു. 82 മുറിവുകൾ വെട്ടും കുത്തും അമ്പേറ്റുകൊണ്ട് അനസിന്റെ ശരീരത്തിലുണ്ടായി. അദ്ദേഹത്തിന്റെ മയ്യത്ത് അദ്ദേഹത്തിന്റെ സഹോദരി തള്ളവിരൽ കണ്ടുകൊണ്ടാണ് മനസ്സിലാക്കിയത് എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം തിരിച്ചറിഞ്ഞതെന്നാണ്. പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമായിരുന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് കാണിച്ചു കൊടുക്കാം
നടത്താമെന്ന് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാ. ആ പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരമാ ഉഹദിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തത്. അള്ളാന്റെ റസൂൽ ഉഹദ് യുദ്ധം കഴിഞ്ഞ് മദീനയിലെത്തി. മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ കയറി ഉഹദ് യുദ്ധത്തിൽ അവസ്ഥ ഇങ്ങനെ പ്രവാചകൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തോതി, മിനൽ മുഅ്മിനീന റിജാൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താ? അവർ അല്ലാഹുവിനോട് ഏറ്റെടുത്ത കരാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് മരിച്ചുപോയി അവരുടെ കൂട്ടത്തിൽ ചിലർ, മരണത്തെ പ്രതീക്ഷിക്കുന്നവരുണ്ട് ചിലർ. ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, ജീവിതത്തിൽ ഒരു ചേഞ്ചും അവരുടേതില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചപ്പോ മഹാനായ പ്രവാചകൻ എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അവിടെ ആ പ്രവാചകൻ ഓർക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന് ഉഹദിൽ സംഭവിച്ചത് പ്രവാചകൻ ഓർത്തിട്ടുണ്ട്. ഉഹദ് രണാങ്കണത്തിലെ ഷഹീദുകളുടെ അവസ്ഥയെ പ്രവാചകൻ ഓർക്കുന്നു. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തൗഹീദിനു വേണ്ടി 400 കിലോമീറ്ററുകളോളം നഗ്നപാതനായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലും തോലുമായി അവസാനം പടക്കാരനായി അറിയപ്പെട്ട് മയ്യത്ത് കഫൻ ചെയ്യാൻ വസ്ത്രം തികയാത്ത അവസ്ഥയിൽ ലോകത്തോടും ഇടയെല്ലേണ്ടി വന്ന മുസ്അബിനെ ആലോചിച്ച് പ്രവാചകൻ കരഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി അതാ അനസിന്റെ അവസ്ഥ ആലോചിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞു. മഹാനായ പ്രവാചകൻ കരഞ്ഞു. അള്ളാന്റെ റസൂൽ കരഞ്ഞവിടെ ഇരിക്കുമ്പോ താഴെ ഇരിക്കുന്ന സഹാബത്തോരോന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാന്മാരായ സ്വഹാബിമാരിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്ന് ചോദിച്ചു, നബിയേ, അല്ലാഹുവിനോട് ഏറ്റെടുത്ത കരാർ, തൗഹീദിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഏറ്റെടുത്ത കരാർ പൂർത്തിയാക്കി മരിച്ചവരാരാണെന്ന് മനസ്സിലായി. മരണത്തെ പ്രതീക്ഷിക്കുന്നവരുണ്ട് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ആരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ നബി മറുപടി നൽകിയില്ല. അല്പം കഴിഞ്ഞു ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഉഹദ് രണാങ്കണത്തിൽ 70ലേറെ മുറിവുകൾ ഏറ്റുവാങ്ങിയ ത്വൽഹ, ആ ത്വൽഹയെ കാണിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഐന സായിൽ, ചോദ്യകർത്താവ് എവിടെ? പ്രവാചകൻ പറഞ്ഞു, ഇദ്ദേഹം അവരുടെ കൂട്ടത്തിലുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ആയത്തും ആയത്തിന്റെ പശ്ചാത്തലവും വൈകാരികമായി കേൾക്കേണ്ടതല്ലോ, സ്വന്തം നെഞ്ചത്ത് കൈവച്ചാലോചിക്കേണ്ടതാ. ഇതാ മുജാഹിദാണെന്ന പ്രഖ്യാപനത്തിലൂടെ, മുവഹിദാണെന്ന പ്രഖ്യാപനത്തിലൂടെ, മുസ്ലിമാണെന്ന പ്രഖ്യാപനത്തിലൂടെ പടച്ച റബ്ബിനോട് ഒരു കരാറ് കൊടുത്തിട്ടുണ്ട്. ഈ വിശ്വാസവും ഈ ആദർശവും നെഞ്ചിലേറ്റി മരണം വരെ ജീവിക്കാം, അത് പ്രബോധനം നടത്താമെന്ന് ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ എന്താ അപകടമുള്ളത്? തൊട്ടടുത്ത വചനം സൂചിപ്പിച്ചതാ, ലിയജ്സിയല്ലാഹു സ്വാദിഖീന ബിസിദിഖിഹിം, സത്യസന്ധന്മാർക്ക് പടച്ച റബ്ബ് അവര് ആ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം നൽകുന്നതിന് വേണ്ടി വയുഅദ്ദിബൽ മുനാഫിഖീൻ, കപടന്മാരായ കപടവിശ്വാസികളെ പടച്ച റബ്ബ് ശിക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിലാകട്ടെ യാതൊരുവിധ മാറ്റവും സംഭവിക്കുകയില്ല. ആ മുനാഫിക്കുകളെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല. വയുഅദ്ദിബൽ മുനാഫിഖീൻ, മുനാഫികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഇൻശാഉ യതൂബു അലൈഹിം, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരെ വെറുതെ വിടുകയും ചെയ്തേക്കാം എന്ന ഖുർആനിന്റെ വചനമുണ്ടല്ലോ. ആ കാര്യത്തെ ശരിക്കാലോചിക്കണം. മുനാഫിക്കുകളാണ് ഏറ്റെടുത്ത കരാറിൽ നിന്ന് പിൻവാങ്ങുന്നവർ. അള്ളാഹുവിനോട് ഏറ്റെടുത്ത കരാറാ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരടിക്കാം. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന എക്സിബിഷനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ ആവേശം കയറ്റുന്നതോടൊപ്പം സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നവോത്ഥാന നായകന്മാർ ഇന്നലെകളിൽ ഈ സമുദായത്തെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഖുറാഫാത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏറും തല്ലും മടിയും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി തന്റെ കഴുത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള മാലപ്പടക്കം പൊട്ടിത്തീരുമാർ പ്രസംഗിച്ചിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എറിഞ്ഞാട്ടിയ സമൂഹത്തിൽ നിന്ന് കൊടുങ്കാട്ടിലൂടെ കാലിൽ തറക്കുന്ന മുള്ളും കാലിൽ തറക്കുന്ന കല്ലും അത് വകവെക്കാതെ കൊടുങ്കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വാഹനം കയറി ഇതാ ശബ്ദമകലെ നിൽക്കുന്ന ചെമ്മാട് ബസ് വന്നിറങ്ങിക്കൊണ്ട് KSRTC ബസ്സിൽ നിന്നിറങ്ങി മഹാനായ KM മൗലയുടെ അരികിലേക്ക് ഓടിപ്പോയി. KM മൗലയുടെ നെഞ്ചത്ത്, തന്റെ രോമനിബിഡമായ നെഞ്ചത്തേക്ക് തന്റെ മുഖം താഴ്ത്തി വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉമർ മൗലവിയെ അദ്ദേഹത്തിന്റെ മുതുകത്ത് തൊട്ടിക്കൊണ്ട് മഹാനായ KM മൗലവി പറഞ്ഞു, പത്രേ ഉമറേ, നീ തിരുവനന്തപുരത്ത് കണ്ട സൂര്യ തേജസ്സിനേക്കാൾ വലിയ ഒരു പ്രകാശമാകുന്ന തൗഹീദിന്റെ സന്ദേശത്തിലേക്ക് ഈ ആളുകളെ ക്ഷണിക്കാനാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതുമായി കടന്നു വന്നവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്.
അവർക്കെതിരെ പല രൂപത്തിലുള്ള ആക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിൻവാങ്ങിയിട്ടില്ല ആരുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, തൗഹീദ് പ്രസംഗിച്ചിറങ്ങിയപ്പോൾ ഞങ്ങളാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുപോയി മലയുടെ അരികിലേക്ക് കൊണ്ടുപോയി മഹാനായ അലവി മൗലവിയെ അറുക്കാനായിട്ടുള്ള കത്തി അത് കല്ലിന് മൂർച്ച കൂട്ടുമ്പോൾ കല്ലും കത്തിയും തമ്മിൽ കൂട്ടിയുറപ്പുന്ന തിളക്കം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയും ഷഹാദത്തും ഉച്ചരിച്ച അലവി മൗലവിയെ പോലുള്ളവർ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇന്നലെകളിൽ തൗഹീദിന് വേണ്ടി ത്യാഗം സഹിച്ചു. ബദരീങ്ങളെ കാക്കടേ, മമ്പർത്തങ്ങളെ കാക്കടേ എന്നുള്ള വിളികൾ ശിർക്കാടേ, ഉമ്മത്തെ തിരിച്ചു പോരടേ, ഉമ്മത്തെ തിരിച്ചു പോരടേ എന്ന് പറഞ്ഞപ്പോ അവർ പ്രയാസം സഹിച്ചിട്ടുണ്ട്. പലരും മരണപ്പെട്ടപ്പോൾ അവരുടെ മയ്യത്ത് മറവ് ചെയ്യാൻ അനുവാദം നൽകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. മയ്യത്ത് ഒരു പക്ഷേ ആ മയ്യത്ത് അത് മോശപ്പെട്ട വാസന വരുന്ന അവസ്ഥയിൽ പോലീസുകാരുടെ സെക്യൂരിറ്റിയോടുകൂടി മയ്യത്ത് മറവ് ചെയ്യേണ്ട അവസ്ഥ ഇന്നലെകളിൽ മുജാഹിദുകൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ജിന്നെ കാക്കടേ, ജിന്നെ കാക്കടേ, ജിന്നെ കാക്കടേ എന്ന വിളി അത് ഇരുട്ടിൽ നിന്നാണെങ്കിലും പ്രകാശത്തിലാണെങ്കിലും പുഴയിൽ വീഴുമ്പോഴാണെങ്കിലും ഏത് ജീവിതത്തിന്റെ നിമിഷത്തിലാണെങ്കിലും ശിർക്കാടേ, ശിർക്കാടേ, ശിർക്കാടേ എന്നുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് അതിന് അത് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്കിടയിലുള്ള സ്ഥാനം പോകും. ഞാൻ പരിഹസിക്കപ്പെടും, ഞാൻ പീഡിപ്പിക്കപ്പെടും, ഞാൻ ആളുകളിൽ നിന്ന് അവഹേളിക്കപ്പെടുമെന്നുള്ള ചിന്തയിലാണോ ജീവിക്കുന്നത്? ഇല്ല. പടച്ചറപ്പിനോട് ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പേരില്ല എന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. അങ്ങനെ ഈ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പിന്നിൽ മരണവിപത്തിനെ ഭയപ്പെട്ടുകൊണ്ട്, മോശപ്പെട്ട പര്യവസാനത്തെ ഭയപ്പെട്ട് മരണം വരെ നന്മക്ക് വേണ്ടി പോരടിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റി തൗഹീദിന് വേണ്ടി പോരടിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതാ ഏപ്രിൽ 28 വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്ത് ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് കടപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ മഹാസംഗമം. തൗഹീദിനെ സംരക്ഷിക്കാൻ, തൗഹീദിനെ തകർക്കാൻ ഒരു ദുഷ്ടത്തിക്കും സാധ്യമല്ല. അറബികളുടെ കയ്യിലുള്ള ഏതെങ്കിലും ദീനാറും ദിർഹമും റിയാലും കണ്ട് മുജാഹിദുകൾ ആദർശത്തെ സംഘടന ഉണ്ടാക്കിയിട്ടില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച ആദർശം പച്ചയായി സമൂഹത്തിന് മുമ്പിൽ സഹോദരങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി ഇതാണ് എന്ന് പറഞ്ഞതാണ് മുജാഹിദുകൾ ആദർശം. ആ ആദർശത്തിനെ സഹായിക്കുന്നവർക്ക് സഹായിക്കാം. ഏതെങ്കിലും അറബിയുടെ കയ്യിലുള്ള പണം ചൂണ്ടുപലകയായി കാണിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ വിലക്ക് വാങ്ങാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, സാധ്യമല്ല. തൗഹീദ് തകർക്കാൻ സാധ്യമല്ല എന്നുള്ള മഹാജനസാഗരത്തിന്റെ പ്രഖ്യാപനം ഏപ്രിൽ 28 വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ ആ തൗഹീദിന്റെ മഹാസംഗമത്തിൽ അണിയാകാൻ, ആ സംഗമത്തിൽ അണിയാകാൻ നമ്മൾ ഓരോരുത്തരും അവിടെ എത്തിച്ചേരുക. അങ്ങനെ നാളെ പടച്ച റബ്ബ് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തരിൽ മനുഷ്യരാവട്ടെ ജിന്നാവട്ടെ ഒന്നുകിൽ അവൻ സ്വർഗത്തിലാണ്. വകുല്ലു ഇൻസാനിൻ വജിന്ന വകുല്ലു ഇൻസാനിൻ വകുല്ലു ജിന്ന, മനുഷ്യനും ഓരോ മനുഷ്യനും ഓരോ ജിന്നുകളും ഫീദാരി നാരി ഔ നഈമി ജന്ന, ഒന്നുകിൽ സ്വർഗത്തിന്റെ സുഖാനുഭൂതിയിലാണ്, അതല്ലെങ്കിൽ നരകത്തിന്റെ വീടിലാകുന്നു. നമ്മൾ ആ സ്വർഗവും നരകവും അത് ശാശ്വതമാകുന്നു, ശാശ്വതമായിട്ടുള്ളതാകുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിനോട് നാം പ്രാർത്ഥിക്കുന്നു. സ്വർഗം നൽകാൻ റബ്ബിനോട് നാം താല്പര്യപ്പെടുന്നു. സ്വർഗം കിട്ടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവിതത്തിന്റെ ഓരോ നിമിഷവും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കാത്തു സൂക്ഷിച്ച് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ പകർത്തി മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാവുക, മുതിർന്നവരെ സ്നേഹിക്കുന്നവരായി മാറുക, അയൽപ്പക്കക്കാരെ സ്നേഹിക്കുന്നവരായി മാറുക, 5 നേരത്തെ നമസ്കാരത്തെ ശ്രദ്ധിക്കുക, മറ്റുള്ള സൽക്കർമ്മങ്ങളെ കാര്യം ശ്രദ്ധിക്കുക, വ്യക്തിബന്ധങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും കളവ് നാവ് കൊണ്ട് പറയരുതേ, ഒരു മനുഷ്യരെയും വ്യക്തിഹത്യ നടത്തരുതേ. നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും ഒരു കളവ് പ്രചരിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവരുതേ. ഒരു കളവിനെയും സപ്പോർട്ട് ചെയ്യരുതേ. സത്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റി മരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മഹാനായ
മഹാരഥന്മാരായ സ്വഹാബത്ത് ജീവിച്ച് കാണിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന, അവർ സ്വപ്നം കണ്ട സ്വർഗ്ഗം സ്വപ്നം കാണുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഉൾപ്പെടുക. നാഥൻ അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി പോരടിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണവിപത്തുകളിലെ മരണവേദന പടച്ചറപ്പ് നമ്മൾക്ക് ലഘൂകരിച്ച് തരുമാറാകട്ടെ. മരണവിപത്തുകളിൽ രണ്ടാമത്തെ ഭീകരന്മാരായ മലക്കുകളെ കാണുന്ന അവസ്ഥയിൽ നിന്ന് പടച്ചറപ്പ് നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദൗർഭാഗ്യവാന്മാർക്കും നിർഭാഗ്യവാന്മാർക്കും സംഭവിക്കുന്ന മോശപ്പെട്ട പര്യവസാനത്തിൽ നിന്ന്, ദൗർഭാഗ്യകരമായ പര്യവസാനത്തിൽ നിന്ന് പടച്ചറപ്പ് നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാഥാ, ആ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്നും സ്വർഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അവസാനം നരകക്കാരനായി പോകുന്ന നിർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാഥാ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനേ. നാഥാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റി മരണം വരെ അതിനു വേണ്ടി പോരടിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനേ. നാഥാ, നന്മകൾ മുഴുവനും സ്വീകരിച്ച് തിന്മകൾക്കെതിരെ പോരടിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم فاغفر لنا يا غافر المذنبين امين امين برحمتك صلى الله عليه وسلم وعلى اله وصحبه اجمعين الحمد لله رب العالمين السلام عليكم ورحمة الله.